നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടെംപ്ലറുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സഭയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൈദികരുടെയും സന്യസ്തരുടെയും എണ്ണത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നതായി അന്വേരിയം സ്റ്റാറ്റിസ്റ്റിക്കം എക്ലേസിയ എന്ന റിപ്പോർട്ട് വത്തിക്കാൻ ഈയിടെ പുറത്തുവിട്ടിരുന്നു. സഭയിൽ സന്യാസ ദൈവവിളി കുറയുന്നതിന്റെ കാരണങ്ങളും ദൈവവിളിയെ സംബന്ധിച്ച് സമൂഹം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുമാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ദൈവശാസ്ത്രജ്ഞൻ കൂടിയായ ഫാദർ അരുൺ കലമറ്റത്തിലാണ്. അച്ഛ, സ്വാഗതം നൈറ്റ്സ് ടെംപ്ലറിലേക്ക്. അച്ഛ, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ച ദൈവവിളി സംബന്ധിച്ച ചില ചോദ്യങ്ങളാണ് ഇന്ന് നൈറ്റ്സ് ടെംപ്ലർ ചർച്ച ചെയ്യുന്നത്. അതിന് ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: തിരുസഭയിൽ ദൈവവിളികൾ കുറഞ്ഞു വരുന്നു എന്ന് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു. സന്യാസം എന്നത് ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? ഒത്തിരി ആളുകൾ ആകുലപ്പെടുന്ന ഒരു വിഷയമാണ് സന്യസ്തരുടെ ദൈവവിളികൾ കുറയുന്നു എന്നുള്ളത്. പൗരോഹിത്യത്തിന്റെ അത്ര കുറയുന്നില്ല എന്നും കരുതേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് സാധാരണഗതിയിൽ ഒരു സോഷ്യോളജിക്കലുള്ള ആയിട്ടുള്ള അനാലിസിസ് ആണ് സാധാരണ ആളുകൾ നടത്താറുള്ളത്. ഉദാഹരണത്തിന്, കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു. അപ്പൊ സ്വാഭാവികമായും സന്യാസ ജീവിതത്തിലേക്ക് പോകാനായിട്ട് കുഞ്ഞ് താല്പര്യം പ്രകടിപ്പിച്ചാൽ പോലും മാതാപിതാക്കൾ അധികം അതിനെ അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാതിരിക്കുന്നു. പിന്നെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് വേൾഡ് വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് സ്വാർത്ഥത വല്ലാതെ കൂടുന്നു. അങ്ങനെ മനുഷ്യൻ തന്നെ സ്വാർത്ഥനാകുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാനോ ലോകത്തിന് വേണ്ടി ജീവിക്കാനോ ഒക്കെ ഒരു ജീവിതം തന്നെ സമർപ്പിക്കാനുള്ള സാധ്യത മെല്ലെ കുറയുന്നു. അതുപോലെ ആളുകൾ കൂടുതൽ സ്വാതന്ത്ര്യമോഹികളാവുകയും ലൗകികരാവുകയും ചെയ്യുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങളിലും അത് ബാധിക്കുന്നു. അവർ ചെറുപ്പം മുതൽ തന്നെ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അതിലേതാണ്ട് അഡിക്റ്റ് ആകുന്നത് പോലെ ആവുകയും പിന്നീട് ഉപേക്ഷിക്കാനോ മറ്റൊരു തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനോ ഒന്നും കഴിയാത്തവരായി മാറുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് സാധാരണഗതിയിൽ സന്യാസത്തിന്റെ എണ്ണത്തിലുള്ള കുറവിനെ കുറിച്ചുള്ള ചർച്ചകളിൽ ഉയർന്നു വരാറുള്ള പരിവേദനങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒക്കെ. ഇത് ദൈവത്തിന്റെ വിളിയുടെ കാര്യമാണ്. സമൂഹം സാധാരണഗതിയിൽ ഈ ദൈവവിളിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. കുട്ടികൾ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നില്ല, ആളുകൾ എന്തുകൊണ്ട് അതിലേക്ക് വരുന്നില്ല എന്നതിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കാറുള്ളത്. ഇത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. ദൈവം ക്ഷണിക്കുന്നതാണ് അത്. ദൈവം ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾക്ക് ആ വിളി സ്വീകരിക്കാൻ കഴിയുന്നത്. ഈ കാര്യത്തിലാണ് ശകലം പ്രശ്നമുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവം എന്തിനാണ് ഒരാളെ സന്യാസത്തിലേക്ക് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനും അത് ബോധ്യപ്പെടാനും കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകും. മാമോദീസ വ്രതങ്ങളുടെ തീവ്ര അനുകരണമാണ് സന്യാസ ജീവിതം. മാമോദീസയിൽ ഏറ്റെടുക്കുന്ന സുവിശേഷ ഉപദേശങ്ങൾ, ഒരു ഈശോയുടെ പ്രബോധനങ്ങൾ, അവയെ തീവ്രമായി ജീവിക്കാനുള്ള ശ്രമമാണ്. എല്ലാ മാമോദീസ സ്വീകരിച്ച ആളുകൾക്കും ദൈവം കൊടുക്കുന്ന വിളിയാണത്. അഥവാ മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരെയും, പരിശുദ്ധ സഭയെ മുഴുവനെയും ഏതാണ്ട് ഒരു സന്യാസോചിതമായ ജീവിതത്തിലേക്ക് ആണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അത് ഒരു സർവ്വസാധാരണഗതിയിൽ ഒരു മനുഷ്യൻ അത്ര എളുപ്പമല്ലാതാകുന്നു എന്ന് കാണുമ്പോഴാണ് സന്യാസ ജീവിതം ഉത്ഭവിക്കുന്നത്. അതിനെ റാഡിക്കലായിട്ട് ജീവിക്കണം, ബാപ്റ്റിസത്തെ റാഡിക്കലായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അഥവാ അതിനുവേണ്ടിയാണ് തിരുസഭയുടെ ജീവിതം നയിക്കാൻ, അതതിന്റെ പരിപൂർണതയിൽ നയിക്കാനാണ് നീ വിളിക്കപ്പെടുന്നത് എന്നുള്ള തിരിച്ചറിവിന്റെ അഭാവം ഇന്ന് നാട്ടിൽ നന്നായിട്ടുണ്ട്. പലപ്പോഴും സന്യാസത്തെക്കുറിച്ചുള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്കുക. കുഞ്ഞുങ്ങൾക്ക് സന്യാസത്തെക്കുറിച്ചുള്ള അറിവെന്താണെന്ന് ചോദിച്ചാൽ അവർ പറയാൻ പോകുന്നത് ഒരു കോൺഗ്രിഗേഷന്റെ അംഗമാകുന്നു, ഒരു പ്രത്യേക ഹാബിറ്റൊക്കെ, ഒരു വസ്ത്രമൊക്കെ, സന്യാസ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നു. ചിലപ്പോൾ അവരേതെങ്കിലും ജോലികളിലൊക്കെ ഏർപ്പെടുന്നു, പള്ളിയിലൊക്കെ ഇങ്ങനെ സന്യസ്തരായി കാണപ്പെടുന്നു. സിസ്റ്റേഴ്സ്, പൊതുവെ ഒരു വലിയ ശതമാനം ആളുകൾക്ക് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ജോലികളുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളുടെ അധികാരികളായിട്ടോ അല്ലെങ്കിൽ ചില ആതുര സേവന സ്ഥലങ്ങളുടെയൊക്കെ അധികാരികളായിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ സന്യസ്തരെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. അപൂർവം ചിലരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: അങ്ങനെയൊന്ന് ജീവിക്കാൻ, ഇപ്പോൾ എനിക്കൊരു ഒരു തൊഴിൽ മേഖലയിൽ ഇടപെട്ട് തന്നെ അങ്ങ് ജീവിക്കാനായിട്ട് എനിക്ക് സന്യാസത്തിന്റെ ആവശ്യം, എനിക്കൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് എനിക്ക് നടത്തിക്കൂടെ? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയോളജി, സന്യാസത്തെക്കുറിച്ചും സന്യാസ ജീവിതത്തെക്കുറിച്ചും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ ബോധപൂർവം ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ബോധപൂർവം എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതത്തിലേക്ക് ഒരാൾ പോലും ആകർഷിക്കപ്പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ഇത് കേരളത്തിൽ തുടങ്ങിയതല്ല, ശരിക്കും യൂറോപ്പിലൊക്കെ ഇത് വളരെ ശക്തമായി പണ്ട് ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ പരിമിതമായ അറിവനുസരിച്ച് ഇറ്റാലിയൻ മാധ്യമങ്ങളിലൊക്കെ ഇത് വളരെ ആദ്യമേ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞത് വൈദികരെ കുറിച്ചും അങ്ങനെ തന്നെയാണ്.
ഇറ്റാലിയൻ സിനിമകളിലൊക്കെ, ഏതാണ്ട് ആ കാലഘട്ടത്തിലുണ്ടായ സിനിമകളിലൊക്കെ മിക്കവാറും എല്ലാത്തിന്റെയും വില്ലന്മാരായിട്ട് വൈദികരെ അവതരിപ്പിക്കുന്ന ഒരു രീതി തന്നെ ഉണ്ടായിരുന്നു. സന്യസ്തരെയൊക്കെ വളരെ മോശമായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതി തന്നെ അവർ വളർത്തിയെടുത്തു, ബോധപൂർവ്വം വളർത്തിയെടുത്തു. വളരെ പെയ്ഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കൂടിയായിരുന്നു അത്. വളരെ ശക്തമായി നിന്നിരുന്ന പരിശുദ്ധ സഭയെ അറ്റാക്ക് ചെയ്യാൻ നടത്തിയൊരു ശ്രമമായിരുന്നു. അതിനകത്ത് ഒത്തിരി ആളുകൾ വീണു. ആളുകളുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തന്നെ, ഇപ്പൊ ഡോൺ എന്ന് വിളിക്കുന്ന വികാരിച്ചനെയാണ്. ആ ഡോൺ എന്നുള്ള പദം തന്നെ എന്താ പറയാ, ഒരു ഗുണ്ടാ തലവന്മാരെയൊക്കെ സൂചിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതൊരു ഒരു സർവ്വസാധാരണ പദം പോലുമായി മാറി. അച്ഛൻ പറഞ്ഞു വിദേശ രാജ്യങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ സന്യാസ ജീവിതത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല കേരളം എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഈ അടുത്ത നാളുകളിലായി കേരളത്തിൽ ഇറങ്ങിയ ഒരു നാടകം സന്യാസ ജീവിതത്തെ, പ്രത്യേകിച്ചും സിസ്റ്റേഴ്സിന്റെ ജീവിതത്തെ വളരെ മോശമായ രീതിയിൽ അവര് അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത് എന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ഈ സിനിമകളും നാടകങ്ങളൊക്കെ ദൈവവിളി കുറയാൻ കാരണമാകുന്നില്ലേ? ഉണ്ടെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അതെപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിന്റെ മറുവശം കാണിച്ചു കൊടുക്കാൻ ആരും ഇല്ലാതിരിക്കെ അതിന് നല്ല സ്വാധീന ശക്തിയുണ്ട്. ഉദാഹരണത്തിന് ചലച്ചിത്രങ്ങളിലോ നാടകങ്ങളിലോ ഒക്കെ സന്യാസത്തെ അവതരിപ്പിക്കുന്നതാണ് ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്യാസ ചിത്രം. ഇപ്പൊ ഉദാഹരണം പറയാം, നമുക്കൊക്കെ അങ്ങനെയാണ്. നമുക്കൊക്കെ ഉണ്ടാകുന്ന പല ഇമേജസും നമ്മൾ കാണുന്ന മാധ്യമങ്ങളിൽ നിന്നോ പ്രത്യേകിച്ച് സിനിമകളിൽ നിന്നോ ഉണ്ടാകുന്നതാണ്. നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ജീവിതങ്ങളൊക്കെ അത് മാധ്യമങ്ങളിലൂടെയാണ് ലോകം മനസ്സിലാക്കുന്നത്. ഇപ്പൊ കുമ്പസാരത്തെ കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നതാണ് ആളുകൾ പെട്ടെന്ന് കേൾക്കുന്നത്. കാരണം അവർക്ക് നേരിട്ടൊരു അനുഭവം അതിനകത്തില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കേൾക്കുന്നവരുടെ മനസ്സിലങ്ങ് ആഴത്തിൽ പതി. വളരെ ജിജ്ഞാസയുള്ള ഒരു മേഖലയാണ്. ഇപ്പൊ സന്യാസം എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വകാര്യതയുള്ള ഒരു ജീവിതമാണ്. അവരുടെ ആവൃത്തിക്കുള്ളിൽ ലോകത്തിന് ഇതൊരു വലിയ അത്ഭുതമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച് ഒരു കുഞ്ഞു സമൂഹത്തിനകത്തേക്ക് ഒതുങ്ങാനും അവരുടെ ലോകം ആകർഷകമായി കാണുന്നതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ പ്രത്യേക വിധത്തിൽ ജീവിക്കാനും എന്നിട്ട് അത് ആനന്ദഭരിതരായി ജീവിക്കാനും കഴിയുന്നത് എങ്ങനെയെന്ന് ലോകത്തിനൊരു വലിയ ജിജ്ഞാസയാണത്. അപ്പൊ ആ ജിജ്ഞാസയുടെ പുറകെ ലോകം പോയിക്കൊണ്ടിരിക്കും. ആ ജിജ്ഞാസയെ ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇപ്പൊ ഈ ചെയ്യുന്നത് പോലെ സന്യാസ ജീവിതത്തിന്റെ അന്തസത്ത എന്താണ്, അവരുടെ ജീവിതം എന്താണ്, അവരുടെ ലൈഫിന്റെ രീതി എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട്. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം ഈ മാധ്യമങ്ങൾ അഴിച്ചുവിടുന്ന സങ്കല്പങ്ങളും ഭാവനാത്മക കഥകളും ലോകത്തിന്റെ മനസ്സിലേക്ക് കയറും. അതിന് നമ്മൾ തടയണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ പോലും ഇതിന്റെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ പല തവണ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ കേട്ടുള്ള ഒരു കാര്യം, നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു കേസാണല്ലോ അഭയ കേസ്. ആ കേസിനെ പരാമർശിച്ചാണ് പല മാതാപിതാക്കളും അതുപോലെ കൊല്ലപ്പെടാനാണോ നീ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോലും ഞാൻ അത്ഭുതത്തോടെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഇഗ്നറന്റ് ആണ് ആളുകൾ എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ആ സംഭവം എന്താണ്, അതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഒരു സ്വാഭാവികമായ ഒരു ക്രിസ്ത്യാനിക്ക് അതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ മാധ്യമങ്ങൾ വിളമ്പുന്നത് വെട്ടിവിഴുങ്ങുന്ന ഒരു സമൂഹം ക്രൈസ്തവ കുടുംബങ്ങൾ നന്നായിട്ടുണ്ട്. അവരെ പഠിപ്പിക്കാനും അവരുടെ ഇടയ്ക്ക് സന്യാസത്തെക്കുറിച്ച് പറയാനും മുൻപിൽ നിൽക്കേണ്ടത് സന്യസ്തര് തന്നെയാണ്. സന്യസ്തർ അവരെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുക, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക എന്നത് മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ പങ്കുവെക്കണം. പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. തങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം, അതിന്റെ ഷെയറിംഗ് ആണ് സന്യാസത്തിന്റെ വിത്തുകൾ മുളപ്പിക്കുന്നത്. ദൈവം വിതച്ചിരിക്കുന്ന വിത്തുകളെ മുളപ്പിക്കുന്നത് അവരുടെ ജീവിത സാക്ഷ്യവും സന്ദേശവുമാണ്. ഞങ്ങൾ എന്തുമാത്രം ആനന്ദത്തോടെ ജീവിക്കുന്നു, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു സ്പേസ് പലപ്പോഴും അവരത് ബോധപൂർവം വേണ്ടെന്ന് വെക്കുന്നതുകൊണ്ടാണ്. ഞങ്ങളത് ജീവിക്കുന്നു, ഞങ്ങളെന്തിനാണ് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നടക്കുന്നത് സന്യാസ ചൈതന്യത്തിന് ചേർന്നതാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. മനോഹരമായും അർത്ഥപൂർണമായും അത് പറയുന്നത് സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. അത് സന്യസ്തര് കഴിവുള്ളവരോ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരോ പ്രവർത്തിക്കാത്തവരോ എന്നല്ല, എല്ലാവരും അത് ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ കാര്യം ചെയ്താൽ സന്യാസത്തിന്റെ അംഗങ്ങളുടെ കുറവ് പരിഹരിക്കപ്പെടുന്നു മാത്രമല്ല, അത് ഏതൊരു കാലഘട്ടത്തിലേക്കാൾ കൂടുതൽ വളരും എന്ന് തന്നെയാണ് എന്റെ ബോധ്യം. കാരണം സന്യാസ സമൂഹങ്ങൾ ജീവിക്കുന്നത് വലിയ ആനന്ദത്തിലാണ്. ലോകം വളരെ ജിജ്ഞാസയോടെയാണ് ഈ സന്യാസ ജീവിതത്തെ കാണുന്നതെന്ന് അച്ഛൻ കുറച്ചു മുമ്പ് പറഞ്ഞു. അച്ഛൻ ബൈബിളിൽ ഒരു സെന്റൻസ് ഉണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. ആ ഒരു സെന്റൻസിനെ കോട്ട് ചെയ്തുകൊണ്ട് സമൂഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അങ്ങനെ വരുമ്പോ സന്യാസം ബൈബിൾ വിരുദ്ധമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ദൈവം ആദത്തെ സൃഷ്ടിച്ചിട്ടാണ് പറയുന്നത് ഇവൻ ഏകനായിരിക്കും നന്നല്ല.
എന്താണ് ഇതിന്റെ പശ്ചാത്തലം? അതിനു മുൻപ് ദൈവം ഇങ്ങനെയാണ് പറയുന്നതായി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. അവിടെ ഉപയോഗിക്കുന്ന പദം പ്ലൂറലാണ്. നമ്മൾ, എന്റെ ഛായയിൽ എന്നല്ല. ഈശോ ഞാൻ പോയി സൃഷ്ടി നടത്തിയിട്ട് വരാമെന്ന് പറയുകയോ, പിതാവ് ഞാൻ സൃഷ്ടി നടത്തട്ടെ എന്ന് പറയുകയോ, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും. അത് സൂചിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മുടെ ദൈവം ഒരു കൂട്ടായ്മ ദൈവമാണ്. ഗോഡ് ഇസ് എ കമ്മ്യൂണിറ്റേറിയൻ ഗാഡ്. ദൈവം ഒരു കൂട്ടായ്മ ദൈവമാണ്. കൂട്ടായ്മയായിരിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത് താനായിരിക്കുന്ന അവസ്ഥയിലാണ്, അഥവാ കൂട്ടായ്മ ചൈതന്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത്. അപ്പോ ദൈവം എന്നിട്ട് സൃഷ്ടി ആരംഭിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞ ഏക വ്യക്തിയിലാണ്. അപ്പോ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഇവന്റെ സൃഷ്ടി പൂർണ്ണമായിട്ടില്ല, അഥവാ അവൻ ഏകനായിരിക്കുന്ന അവസ്ഥ നന്നല്ലാത്തതിന്റെ കാരണം തന്റെ ഛായയിലാകുന്നില്ല. തന്റെ ഛായ കൂട്ടായ്മയാണ്. എന്നിട്ടാണ് ദൈവം മറ്റൊരു മനുഷ്യനെ കൂട്ടിച്ചേർത്ത് അവർ കുഞ്ഞുങ്ങളെ കൊടുത്ത് അവരെ ഒരു കുടുംബമാക്കി മാറ്റുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാര്യയും മക്കളും കൂടെ ഉണ്ടാകുമ്പോഴും ദൈവഛായയ്ക്ക് ചേർന്ന കുടുംബമല്ല അത്. കാരണം എന്താണ്? ദൈവം 3 ദൈവിക വ്യക്തികളാണ്. ഒരു കുടുംബത്തിനകത്തുള്ളതോ ദാമ്പത്യബന്ധമുള്ള 2 പേരും അവരോട് രക്തബന്ധമുള്ള കുഞ്ഞുങ്ങളുമാണ്. ഇവർ ചേർന്ന ഒരു കൂട്ടായ്മയുള്ളത്. കൂട്ടായ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ കൂട്ടായ്മയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സദൃശ്യമായ കൂട്ടായ്മയല്ല ഉള്ളത്. ദൈവത്തിന്റെ കൂട്ടായ്മ എന്താണ്? അത് ബയോളജിക്കൽ അല്ല, അത് അഭൗമികമാണ്. രക്തബന്ധമോ ബയോളജിക്കൽ ജൈവപരമായ ബന്ധമോ ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടായ്മയാണ് ത്രിത്വത്തിനകത്തുള്ള കൂട്ടായ്മ. അങ്ങനെ അവർ 3 പേരും ഒരുമിച്ചായിരിക്കുകയാണ്. 2 കാരണത്താലാണ് അവർ ഒരുമിച്ചായിരിക്കുന്നത്. ഒന്ന്, അനുസരണത്താൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള അനുസരണത്താൽ. 2, അവർ തമ്മിലുള്ള വലിയ സ്നേഹത്താൽ. എന്ന് പറയുന്നത് രണ്ടും ഒരേ വശമാണ്. നമ്മൾ വിശുദ്ധത്തിൽ ഈശോയുടെ യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ നമ്മളത് വായിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. അനുസരണവും സ്നേഹവും ഒരുമിച്ച് പോകുന്നത്. ഇത് രണ്ടോട് കൂടി ചേർന്നിട്ടാണ് ത്രിത്വം ഒന്നായിരിക്കുന്നത്. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെയുള്ള ദൈവമാണ് കൂട്ടായ്മയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനിയൊന്ന് ഓർക്കുക, സന്യാസം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് നോക്കുക. ബയോളജിക്കൽ അല്ലാത്ത അഭൗമികമായ ദൈവത്തിന്റെ ത്രിത്വത്തിന്റെ ഉള്ളിലുള്ളതുപോലെയുള്ള അനുസരണവും സ്നേഹവും കലർന്ന സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ കൂട്ടായ്മയുടെ ജീവിതം നയിക്കാനുള്ള ശ്രമമാണ്. അതായത് അതാണ് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള, ഏറ്റവും സൃഷ്ടിപരമായിട്ടുള്ള ജീവിതം. ഒരു കുടുംബജീവിതത്തെക്കാൾ ഉന്നതമായ അർത്ഥത്തിലാണ്, ഇതിനേക്കാൾ ഏത് കേമം എന്നല്ല പറയുന്നത്, ഒരു കുടുംബജീവിതത്തെക്കാൾ ഒരു ത്രിത്വിക കൂട്ടായ്മയോട് ഏറ്റവും ഔന്നത്യത്തിൽ സാദൃശ്യം പ്രാപിച്ചിരിക്കുന്നത് നോൺ ബയോളജിക്കൽ ആയിട്ടുള്ള ഇത്തരം ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൂടെ അവർ ഒന്നായി തീരുകയും ഇത് പ്യുവർലി ബിബ്ലിക്കലാണ്. കാരണം അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 4-ാമത്തെ അധ്യായത്തിൽ ആദിമ സഭയെക്കുറിച്ച് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ്: അവർ ഒരു ശരീരവും ഒരാത്മാവുമായിരുന്നു. ഞാൻ അതിന്റെ ഭാഗം ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്: വിശ്വാസികളുടെ സമൂഹം, ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. കോൺഗ്രിഗേഷൻ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ വേർ ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അവരാരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതുസ്വത്തായിരുന്നു. നോക്കുക, ഇതെല്ലാം സന്യാസത്തിന്റെ ചൈതന്യത്തിലേക്ക് വിരൽ ചൂടുന്നതാണ്. അവരോരോരുത്തരും വീടും പറമ്പും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവ എത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഒരു സന്യാസത്തിന്റെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. എന്നാൽ അതൊരു ഭിക്ഷക്കാരന്റെ പോലത്തെ ദാരിദ്ര്യമല്ല. അത് എല്ലാം ഉണ്ടായിരിക്കുകയും ആരും ഒന്നും സ്വന്തമെന്ന് അവകാശപ്പെടാതിരിക്കുകയും ചെയ്യുന്ന, എന്നാൽ ഒരു ഭവനത്തിലായിരിക്കുന്ന, ഒരു ഹൃദയവും ആത്മാവുമായിരിക്കുന്ന കൂട്ടായ്മയാണത്. യഥാർത്ഥത്തിൽ ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വിഭാവനം ചെയ്യുന്ന ദ പെർഫെക്റ്റ് കമ്മ്യൂണിയൻ ആകുന്ന, കൂട്ടായ്മ തന്നെയാകുന്ന സഭയാണ് യഥാർത്ഥ ദൈവത്തിന്റെ സൃഷ്ടി. ആ സൃഷ്ടിയിലേക്കാണ് ദൈവം വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സൃഷ്ടിയെക്കുറിച്ചുള്ള സ്വപ്നം, ദൈവിക ദർശനം, സൃഷ്ടിയിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആ ദൈവിക ദർശനത്തെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുകയും ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചു തുടങ്ങി സ്വർഗത്തിൽ എത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് സന്യസ്തർ. അതുകൊണ്ട് അതാണ് ഏറ്റവും നോർമൽ ആയിട്ടുള്ള ജീവിതം എന്ന് വേണം പറയാൻ. അതാണ് ഏറ്റവും തീവ്രമായിട്ടുള്ള ബന്ധമെന്ന് വേണം പറയാൻ. ദൈവവുമായിട്ടുള്ള തീവ്രമായ ഒരു ബന്ധമാണ് സന്യാസം. ഒരു അഭൗമിക ബന്ധമാണ് സന്യാസം, അല്ലെ? ദൈവമായിട്ടുള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ ഛായയിൽ പരസ്പരമുള്ളതും ദൈവത്തോടുള്ളതും. ഓക്കെ, അച്ഛൻ പറഞ്ഞ വളരെ വ്യക്തമാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സന്യാസ ജീവിതം നയിച്ചിരുന്ന പലരും വീണുപോയിട്ടുണ്ട്. ആ വീണുപോയവരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഭയെ വിമർശിക്കുന്നതും സന്യാസത്തെ മറ്റൊരു വളരെ ദുസ്സഹമായ ഒരു ജീവിത രീതിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കാലാനുസൃതമായ ഒരു മാറ്റം, ഈ ഫോർമേഷനില് ഒരു അച്ഛനോ സിസ്റ്ററോ ആകുമ്പോൾ, സെമിനാരിയിൽ ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിലും മഠത്തിൽ ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിലും കാലാനുസൃതമായ ഒരു മാറ്റം
ഫോർമേഷനിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനത്തെ ഇവര് വീണു പോകുന്നതിന്റെ റീസൺ? രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഒന്നാമത് പറയേണ്ടത്, വീണു പോകുന്നതിന്റെ പുറകിൽ നമ്മൾ ആദ്യം പരാമർശിക്കപ്പെടേണ്ട വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ കോൾ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്ന കാര്യമാണ്. വിളി മാത്രമല്ല, വിളിക്ക് കൊടുക്കുന്ന പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. വിളിക്ക് കൊടുക്കുന്ന പ്രത്യുത്തരം അതൊരു ദിവസം കൊടുക്കുന്ന പ്രത്യുത്തരമല്ല. അവരൊരു വ്രതവാഗ്ദാന ദിവസം ഞാൻ ഇങ്ങനെ ജീവിക്കാമെന്ന് ദൈവത്തോട് പ്രത്യുത്തരിക്കുന്നു, വാഗ്ദാനം ചെയ്യുന്നു. അതൊരു ദിവസം നടക്കുന്ന കാര്യമല്ല, അത് ജീവിതകാലം മുഴുവനും നടക്കേണ്ട കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള റെസ്പോൺസ് ആണത്. അതായത് ആ റെസ്പോൺസ് പൂർത്തിയാക്കുന്ന ആളുടെ തുടർച്ചയുള്ള ആധ്യാത്മിക ജീവിതത്തിൽ, വിശ്വസ്തതയിൽ, ദൈവത്തോടും തിരുസഭയോടുള്ള വിശ്വസ്തതയിൽ, തിരുസഭ ശുശ്രൂഷകളിലുള്ള പരിപൂർണമായ പങ്കുചേരലിൽ, അനുസരണത്തിലുള്ള വളർച്ചയിൽ, സന്യാസ വ്രതങ്ങൾ അനുദിനം പരിപോഷിപ്പിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഒരു മനുഷ്യൻ എടുക്കേണ്ട നിരന്തരമായ പരിശ്രമമുണ്ട്. അതുകൂടാതെ ഒരിക്കലും അതിനകത്ത് നിലനിൽക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ തങ്ങളുടേതായ കാരണത്താലോ ചിലപ്പോൾ തങ്ങളുടേതല്ലാത്ത കാരണത്താലോ ഈ പ്രത്യുത്തരത്തിന് കുഴപ്പങ്ങൾ വരാം. തങ്ങളുടേതായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് എത്ര കെയർ ചെയ്യാതിരിക്കുക, കുറച്ചുകൂടെ ലൗകികമായിട്ടൊക്കെ ജീവിച്ചു പോവുക, പ്രാർത്ഥന ജീവിതമൊക്കെ കുറയുക, സഭാജീവിതത്തിൽ നിന്നൊക്കെ പതുക്കെ പിൻവാങ്ങുക, അങ്ങനെയൊക്കെ ചെയ്യുകയും അടുത്തടുത്തുള്ള കൂദാശ സ്വീകരണങ്ങളും കുമ്പസാരവും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പുലർത്തേണ്ട നിഷ്ഠയും ശ്രദ്ധയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഈ വിളിയിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യാൻ സാധ്യത. വിളിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് അതിനോട് ചേർന്ന് നിൽക്കാൻ, ഇങ്ങനെ ഒരു കരം പിടിക്കുമ്പോൾ ആ കരത്തോട് നമ്മളോട് പിടിച്ചാലാണ് അത് വിട്ടുപോകാതിരിക്കുള്ളൂ. ഇങ്ങനെ അയച്ചു വിടുന്നൊരു കരം പിടിച്ചു നിൽക്കാൻ എളുപ്പമല്ല, ദൈവം നമ്മളെ പിടിക്കാഞ്ഞിട്ടല്ല. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പരിശീലനത്തിന്റെ കാര്യമാണ്. പരിശീലനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്നാമത്തേത്, പരിശീലനത്തിന് നമുക്കിപ്പോൾ ധാരാളം കുറച്ച് വർഷങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. പക്ഷെ എന്നാലും സന്യാസ പരിശീലനത്തിനകത്ത്, പൗരോഹിത്യ പരിശീലനത്തിനകത്ത് കൊടുക്കുന്നത് പോലെ വളരെ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ദൈവിക പ്രബോധനങ്ങളുടെ പരിശീലനം കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ അഭാവമുണ്ട് എന്ന് നമ്മൾ എല്ലാവരും എളിമയോടെ അംഗീകരിക്കണം. എന്ന് പറഞ്ഞാൽ സന്യസ്തർക്ക് കാറ്റഗറ്റിക്കൽ ആയിട്ടുള്ള ഫോർമേഷൻ, തിയോളജിക്കലിന് മുമ്പ് കാറ്റഗറ്റിക്കൽ ആയിട്ടുള്ള ഫോർമേഷൻ, ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഫോർമേഷൻ, തിയോളജിക്കൽ ആയിട്ടുള്ള ഫോർമേഷൻ അത് വളരെ ശക്തമായി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ സംബന്ധിക്കുന്ന ഒരു ക്രൈസിസിനും ഇടകൊടുക്കാത്ത വിധത്തിൽ അത് യുക്തിപരമായി, യുക്തിസഹജമായി വിശ്വാസ രഹസ്യങ്ങളെ ഒരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് സത്യത്തിൽ ഒരാൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ്. ഒരു അക്കമ്പനിമെന്റ് പോലത്തെ സോഷ്യൽ സൈക്കോളജിക്കൽ റിയാലിറ്റീസ് മാത്രമല്ല, അതിനൊക്കെ മുൻപ് വിശ്വാസ ബോധ്യമാണ് ഒന്നാമത്തേത്. സന്യാസം എന്താണ്, ക്രൈസ്തവ ജീവിതം എന്താണ്, ദൈവിക പ്രബോധനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള നല്ല ഉറപ്പുണ്ടെങ്കിൽ ഒരാൾ ഒരിക്കലും അതിനെ വിട്ടുകളയില്ല. അത്രയും കോൺഫിഡൻസ് തരാൻ സത്യവിശ്വാസത്തിന് പറ്റും. അപ്പൊ അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇത് സന്യസ്തരുടെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ചിലപ്പോഴൊക്കെ ആ കാര്യത്തിൽ വീഴ്ച വരാറുണ്ട്. ഇപ്പൊ ഒരു കോൺഗ്രിഗേഷനിൽ കുറച്ച് കാൻഡിഡേറ്റ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചു, അപ്പൊ അവരെ പഠിപ്പിക്കാനായിട്ട് എങ്ങനെയാണ് ഒരു നല്ല പ്രൊഫസേഴ്സിനെ വിളിക്കാൻ പറ്റുക എന്നൊക്കെ ആലോചിക്കുകയൊക്കെ ചെയ്ത് ചിലപ്പോൾ ഒക്കെ അവർ അവൈലബിൾ ആയിട്ടുള്ള വിധത്തിലൊക്കെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ പരിശീലനം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിവില്ലാത്ത സംശയമുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് അങ്ങനെ സംശയമുണ്ട്. അവിടെ ചെയ്യാവുന്ന കാര്യം എന്താണ്, കോൺഗ്രിഗേഷനുകൾ ഒരുമിച്ച് ഈ പരിശീലനം കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ രൂപതകൾക്കോ അഭിയന്ത പിതാക്കന്മാർക്കോ നേതൃത്വം എടുത്തുകൊണ്ട് അങ്ങനെ സന്യസ്തർക്ക് വേണ്ടിയുള്ള പരിശീലന ഭവനങ്ങൾ സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓരോ കോൺഗ്രിഗേഷനും അവരുടെ കാരിസവും അവരുടെ ചൈതന്യവും പഠിപ്പിക്കുന്ന വർഷങ്ങൾ ഉണ്ടാകണം, നോഷിയേറ്റ് പോലെ വർഷങ്ങൾ. അതോടൊപ്പം അവർക്ക് അവരുടെ കാൻഡിഡേറ്റിനെ ഒരു പൊതുസ്ഥലത്തേക്ക്, ഒരു പൊതു പരിശീലന ഭവനത്തിലേക്ക് അയക്കാൻ കഴിയണം. അവിടെ തിരുസഭാ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടണം, കാനലിൽ പഠിപ്പിക്കപ്പെടണം, അങ്ങനെ കത്തോലിക്ക ധാർമ്മികതയെക്കുറിച്ച് പരിശീലിപ്പിക്കപ്പെടണം, അങ്ങനെ അജപാല ശുശ്രൂഷകളെ കുറിച്ചുള്ള ധാരണ കൊടുക്കണം. അങ്ങനത്തെ വിവിധ പാസ്റ്ററൽ സ്വഭാവമുള്ള, തിയോളജിക്കൽ സ്വഭാവമുള്ള വിഷയങ്ങൾ പൊതുവായി സഭ പഠിപ്പിക്കുന്ന സെന്ററുകൾ ഉണ്ടാകണം. അത് സന്യസ്തർക്ക് വേണ്ടിയുള്ള, ഇപ്പൊ സെമിനാരി ഉള്ളതുപോലെ തന്നെ സന്യസ്ത പരിശീലന കേന്ദ്രങ്ങൾ തിരുസഭയ്ക്ക് ഉണ്ടായേ മതിയാവും. ഇപ്പോഴതില്ല. അങ്ങനെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഓരോ കോൺഗ്രിഗേഷൻസും അവരെ അയക്കണം. അതിന്റെ പേരിൽ അവരുടെ വിളിയോ അവരുടെ കോൺഗ്രിഗേഷൻ ഒരാൾ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ അതേസമയം തന്നെ അവർക്ക് അവരുടെ ഭവനങ്ങളിൽ ഈ സന്യാസ പരിശീലനം നൽകപ്പെടുകയും സന്യാസത്തിന്റെ കാരിസത്തോട് ചേർന്ന, ആ കോൺഗ്രിഗേഷന്റെ ക്യാരക്ടറിനോട് ചേർന്ന പരിശീലനം കൊടുക്കുകയും ചെയ്യണം. ഇത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ വലിയ അപകടം നേരിടാൻ പോകുന്നു എന്ന് വേണം പറയാൻ. ഓക്കെ അച്ഛാ, ഈ പുരോഹിതരെക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു സിസ്റ്റേഴ്സിനെയാണ് സമൂഹം ഒരു വളരെ ദയനീയമായി കാണുന്നത്. അവരുടെ ജീവിതം വളരെ ദുസ്സഹമാണ്, അല്ലെങ്കിൽ അവര് ഒതുങ്ങിക്കൂടി ജീവിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് സിസ്റ്റേഴ്സിനെ കുറിച്ചാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റർ ഇപ്പോ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റർ, അധ്യാപികയായിരിക്കാം അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിരിക്കാം,
അങ്ങനെയുള്ള ഒരു വ്യക്തി അവരുടെ അധ്വാനത്തിന്റെ ഫലം അധ്വാനത്തിൽ നിന്നുള്ളത് കോൺഗ്രിഗേഷനിലേക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പൊ സമൂഹം ചോദിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ്? അധ്വാനിക്കുന്നത് അവിടെ കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അത് വളരെ അനീതിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സന്യാസത്തിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വേണം കാണാൻ. സെക്കുലർ ലോകത്തിന്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സന്യാസത്തെ കാണാൻ പറ്റില്ല. നിയമങ്ങളും നിർദ്ദേശങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. സന്യാസ ജീവിതം എന്ന് പറയുന്നത് തന്നെ കൂട്ടായ്മയുടെ ജീവിതമാണ്. ലോകം പരിചയിച്ചിട്ടില്ലാത്ത, ലോകം അനുഭവിച്ചിട്ടില്ലാത്ത, ലോകത്തിന് അത്ര എളുപ്പമല്ലാത്ത കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും ജീവിതമാണ് സന്യാസത്തിന്റെ ജീവിതം. ലോകം കണ്ടിട്ടുള്ളത് കിട്ടുന്നതൊക്കെ അവനവൻ തിന്ന് തീർക്കുന്ന, അവനവൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ലോകം ചോദിക്കുന്നത്, നിനക്ക് കിട്ടുന്നത് നീ തന്നെ നിന്നാ പോരെ, എന്തിനാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അത് ലോകത്തിന്റെ ഒരു പുഴുക്കുത്ത് ബാധിച്ച മനസ്സാണ്. അവിടെയാണ് ഈ സന്യാസം വെല്ലുവിളി ഉയർത്തുന്നത്. ഒരു വലിയ ജോലിയുള്ള ഒരു സന്യസ്തയും ജോലി കുറഞ്ഞ ഒരു സന്യസ്തയും അവർക്ക് കിട്ടുന്നതൊക്കെ ഒരുമിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരികയും അവർ ഒരേ ഭക്ഷണം പങ്കുവെക്കുകയും ഒരേ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് എന്തുമാത്രം ഉദാത്തമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത, പരിഷ്കൃതമെന്ന് വിളിക്കുന്ന അപരിഷ്കൃതമായ ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നന്മ ചെയ്യാൻ കഴിയാതിരിക്കുന്നു എന്ന് മാത്രമല്ല, ലോകത്ത് നടക്കുന്ന ഒരു നന്മയായി കാണാൻ കഴിയാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ലോകത്തെ സംബന്ധിച്ച് നന്മകളൊക്കെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട നന്മകളാണ്. കാര്യകാരണങ്ങൾ ചികഞ്ഞന്വേഷിച്ച് അതിന്റെ വേരുകളിലേക്ക് പോകുന്ന അടിത്തറയുള്ള ധാർമ്മികത കത്തോലിക്ക സഭയുടെ ധാർമ്മികതയാണ്. അപ്പൊ അതിന്റെ അഭാവം കൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ശ്രേഷ്ഠമായ ഒരു പങ്കുവയ്ക്കൽ, ശ്രേഷ്ഠമായ ഒരു ഒന്നായിരിക്കൽ, ശ്രേഷ്ഠമായ ഒരു കൂട്ടായ്മ, ശ്രേഷ്ഠമായ സ്നേഹം, അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലത്തെ ഒരു ഇരുളിമയാർന്ന ഒരു മനസ്സ് നമ്മുടെ സെക്കുലർ വേൾഡിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. സത്യത്തിൽ അത്തരം ഇരുട്ട് പിടിച്ച ഹൃദയങ്ങളിൽ നിന്നാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കൊതിയോടെ അങ്ങനെ നോക്കിയാനെ, നിങ്ങൾ എത്ര സ്നേഹത്തോടെയാണ് ഒരുമിച്ച് ജീവിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും കിട്ടുന്നതൊക്കെ ഒരുമിച്ച് പങ്കുവെക്കുന്നല്ലോ എന്നൊക്കെ ചോദിച്ചാനെ. നമുക്കറിയാമല്ലോ, അതൊരു വീട്ടിലേക്ക് തിരിഞ്ഞും ചോദിക്കാം. അപ്പന് കിട്ടുന്ന അപ്പം മാത്രം ഉപയോഗിച്ചാൽ മതി, അമ്മയ്ക്ക് കിട്ടുന്ന അമ്മ മാത്രം ഉപയോഗിച്ചാൽ മതി, പിള്ളേർക്കുള്ളത് പിള്ളേർക്ക് മാത്രം മതി എന്നാരെങ്കിലും പറയൂ? അപ്പന് കിട്ടുന്നതൊക്കെ അപ്പൻ എന്തിനാ വീട്ടിൽ കൊടുക്കുന്നതെന്ന് ആരെങ്കിലും ചോദിക്കും? അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കുടുംബമല്ലേ അത് എന്ന് തിരിച്ചറിയാനും തിരിച്ചറിയിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. അച്ഛാ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സന്യാസ ജീവിതം സ്വീകരിച്ച ഒരു വ്യക്തി കുറച്ചു നാളുകൾക്ക് ശേഷം ഇതല്ല എന്റെ വിളി എന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി, അതായത് സന്യാസ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഒന്നാമത് പറയേണ്ട കാര്യം, സന്യാസ ജീവിതം വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അങ്ങ് തീർക്കുന്ന തീരുമാനമല്ലല്ലോ. അവരൊത്തിരി വർഷങ്ങൾ എടുക്കാറുണ്ട്. ലോകത്തിൽ മറ്റേതൊരു ജീവിതാന്തസ്സിലേക്ക് പോകുന്നതിന് മുൻപും, ഏതൊരു പ്രൊഫഷൻ ആണെങ്കിൽ പോലും അതിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ മുൻപ് എടുക്കുന്നതിനേക്കാൾ വലിയ ഒരുക്കം സന്യാസം സ്വീകരിക്കാൻ ഇരിക്കുന്നവർ എടുക്കാറുണ്ട്. അവരവരുടെ പ്രായപൂർത്തിയായതിനു ശേഷവും ഒത്തിരി വർഷങ്ങളുടെ പരിശീലനവും പരിചിന്തനവും എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഈ സന്യാസത്തെക്കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്ത് ആലോചിക്കുകയാണ്. ആരും ഒരിക്കലും ഒരു സന്യാസ ജീവിതത്തിലേക്ക് തള്ളിവിടാറില്ല. ഒരിക്കലും ഒരാളും നേർച്ച നേർന്ന് സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ച ചരിത്രമില്ല, അങ്ങനെ ഉണ്ടാവുകയുമില്ല. ഇത്രയും വർഷങ്ങളുടെ പരിശീലനത്തിനൊടുവിലാണ് ഈ വ്യക്തി എനിക്ക് ഈ വിളിയുണ്ടോ, എനിക്ക് സാധിക്കുമോ എന്ന് അന്വേഷിക്കുന്നത്. ഇനി അതുകൊണ്ട് തീർന്നില്ല. ഈ പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് ഇവർ ഒരു വർഷത്തേക്കാണ് ഈ സന്യാസം ഒരു പരീക്ഷണാർത്ഥം എന്നതുപോലെ എടുക്കുന്നത്. പ്രഥമ വ്രതവാഗ്ദാനം ഒരു വർഷം. ആ വർഷം മുഴുവൻ സന്യസ്തയായിട്ട് ജീവിച്ചു നോക്കിയിട്ട് ആ വർഷം തീരുന്നതോടുകൂടി അവർ ഓട്ടോമാറ്റിക്കലി ഫ്രീ ആകും. അവർക്ക് പിന്നെ ഒരു പെർമിഷൻ വേണ്ട വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട്. അവർ വീണ്ടും എടുക്കും ഒരു വർഷം കൂടെ. അങ്ങനെ ആ വർഷവും പൂർത്തിയാകും. എന്നിട്ട് അങ്ങനെ ഒരു 3 പ്രാവശ്യം ശേഷമാണ് നിത്യവ്രത വാഗ്ദാനം എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ആരും നിർബന്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ പരീക്ഷണാവസരങ്ങളൊക്കെ തീരുമ്പോൾ, ഓരോ വർഷത്തിന്റെ പരീക്ഷണങ്ങൾ തീരുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് സന്യാസ സമൂഹത്തിൽ നിന്ന് പുറത്താണ് എന്ന് വേണം പറയാൻ. അത്രയും സാധ്യതകൾ അവർക്കുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ദൈവവിളിയുടെ കാരണമായിരിക്കണം, ഇല്ലായ്മ കൊണ്ടായിരിക്കണമെന്നില്ല. പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന് കൊടുക്കുന്ന പ്രത്യുത്തരത്തിന്റെ അഭാവമോ അല്ലെങ്കിൽ അതിന് കൊടുക്കാനുള്ള സന്നദ്ധത പിന്നീട് നഷ്ടപ്പെട്ടതിന്റെയോ ഒക്കെ ഭാഗമാകാം. അങ്ങനെ വരുന്ന സമയത്ത് ആ വ്യക്തിയെ ആരും പിടിച്ചു നിർത്തില്ല. ഒരു സന്യാസാശ്രമത്തിനകത്തും പിടിച്ചു നിർത്തിയേക്കുന്ന, പുറത്തിറങ്ങാൻ അനുവാദമില്ലാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല എന്ന് നമ്മൾ അറിയണം.
ഒരാൾ പോലുമില്ല. എല്ലാവരും സ്വാതന്ത്ര്യത്തോടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്, സ്വാതന്ത്ര്യത്തോടെയാണ് തീരുമാനമെടുക്കുന്നത്, സ്വതന്ത്രമായ ബില്ലോടുകൂടെയാണ്, പൂർണ്ണമായ അറിവോടും സ്വതന്ത്രമായ സമ്മതത്തോടും കൂടിയാണ് ഓരോരുത്തരും സന്യാസം സ്വീകരിക്കുന്നത്. ഈ സ്വതന്ത്രമായ മനസ്സും സമ്മതവും അത് സന്യാസത്തിന് അടിസ്ഥാനമാണ്. എല്ലാ ജീവിതാന്തസ്സിനും അങ്ങനെ തന്നെയാണ്. വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നതല്ലേ, പൂർണ്ണമായ സമ്മതത്തോടും സ്വന്തമായ മനസ്സോടും കൂടി ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരും അത് ഏറ്റെടുക്കുന്നത്, അല്ലാണ്ട് ആരും നിർബന്ധിച്ചിട്ടല്ല. സമൂഹം മനസ്സിലാക്കാത്തതും അത് തന്നെയാണ്. ഇത്രയും വിശാലമായ സാധ്യതകൾ അവർക്കുണ്ട് തിരിച്ചു പോരണമെങ്കിൽ കൂടി. പക്ഷെ അത് മാത്രം ഒന്നെങ്കിൽ അത് സമൂഹത്തിന്റെ അറിവില്ലായ്മയായിരിക്കാം, അതല്ലെങ്കിൽ മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്നതായിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവർക്ക് തിരിച്ചു പോരണമെങ്കിൽ വിശാലമായ ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം പറയാൻ, അല്ലെ? തീർച്ചയായിട്ടും. ഏറ്റവും അവസാനമായി അച്ഛ ഒരു കാര്യം കൂടി, അതായത് ദൈവവിളി അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ യുവജനങ്ങളോടായിട്ട് അച്ഛൻ അതൊന്ന് വിശദീകരിക്കാവോ? ദൈവവിളി എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. ഞാൻ 2-3 ചെറിയ കാര്യങ്ങൾ മാത്രം പറയാം. ദൈവവിളി എന്ന് പറയുന്നത് ആ സത്യത്തിലൊരു ക്ഷണമാണ്. അത് ഒരാളെ പിടിച്ചോണ്ട് പോകലൊന്നുമല്ല, അതൊരു ക്ഷണിക്കലാണ്. നിനക്കായി കരുതി വെച്ചിരിക്കുന്ന വലിയ ആനന്ദത്തിലേക്ക്, ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക്, അതിന്റെ സൗഭാഗ്യങ്ങളും സംതൃപ്തിയും അനുഭവിക്കുന്നതിലേക്ക് നീ കൂടെ വരൂ, നീ കൂടെ വന്നാൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും എന്നാണ് ദൈവം വിളിക്കുന്നത്. അതാണ് ആ വിളിയുടെ അർത്ഥം. ഇനി വിളിക്കുമ്പോൾ വിളി സ്വീകരിക്കാതിരിക്കാം. ഒരാൾക്ക് സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഈ വിളി എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ, അത് ഒരാളുടെ ഉള്ളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന താല്പര്യവും ആഗ്രഹവും ദൈവത്തോടുള്ള സ്നേഹവുമാണ് സത്യത്തിൽ ഈ വിളിയുടെ ലക്ഷണം. അതൊരു ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ദൈവം വിളിക്കുന്നത് പുറത്തുനിന്ന് എന്നതിനേക്കാൾ ഉള്ളിൽ നിന്നാണ്. ഒരാള് ശാന്തമായി തന്റെ ഹൃദയത്തിലേക്ക് പരിശോധിച്ചാൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങൾ മുതൽ അത് തിരിച്ചറിയാൻ തുടങ്ങും. ആ കുഞ്ഞിന് അങ്ങനെ ഒരു വിളി ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനത് തിരിച്ചറിയാൻ പറ്റും. അത് പല വിധത്തിലായിരിക്കും. ചിലപ്പോൾ സന്യാസ ജീവിതം കാണുമ്പോൾ ഒരു രസം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വളരെ ബാലിശമായിരിക്കും. ആദ്യമൊക്കെ ഇവരെ കൂട്ടി ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടല്ലോ അങ്ങനെ തോന്നും, അല്ല ഇവരെ കൂടുതൽ നടന്ന ഭയങ്കര രസമാണല്ലോ അങ്ങനെ തോന്നും. അങ്ങനെ വളരെ മാനുഷികമായ ചില സന്തോഷങ്ങളോ രസങ്ങളോ ഒക്കെ ആയിരിക്കും ആദ്യം കണ്ണിൽപ്പെടുക. എങ്ങനെയായിരുന്നാലും ഇതെനിക്ക് വേണം എന്നൊരാൾക്ക് തോന്നും. ഇതെല്ലാവർക്കും തോന്നാറില്ല, ഇത് വിളിയുള്ളവർക്ക് മാത്രമേ തോന്നുള്ളൂ. ഇനി അങ്ങനെ തോന്നുന്ന ഒരു വ്യക്തി അതിന്റെ വളർച്ചയുടെ ഒരു ഘട്ടം എത്തുമ്പോൾ ആ വിളിയെ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് പരിഗണിക്കും. അതെങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? ആ വിളിയുടെ ലക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ വ്യക്തിത്വത്തിലും ഉണ്ടോ എന്ന് പരിശോധിക്കും. അതായത് ഒരു സന്യാസ ജീവിതം നയിക്കാൻ ആവശ്യമുള്ള തരത്തിൽ എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടോ, എനിക്ക് അതിനുള്ള ക്വാളിറ്റികൾ ഉണ്ടോ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുമോ, മറ്റുള്ളവരുടെ നന്മയിലാണോ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്, ഒരു കുടുംബജീവിതത്തെക്കാൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കുറെ കൂടെ ഹയർ ലെവലിലുള്ള ഒരു കൂട്ടായ്മ ജീവിതം എനിക്ക് തൃപ്തികരമാണെന്ന് എനിക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ടോ, എന്റെ കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ജീവിതത്തെ എനിക്ക് കുറച്ചുകൂടെ വിലമതിക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങി ആത്മീയ കാര്യങ്ങളോട് എനിക്ക് എന്തോരം താല്പര്യമുണ്ട്, ദൈവവും ദൈവീയ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിന്റെ പ്രമുഖ സ്ഥാനത്താണോ വരുന്നുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരാളുടെ തന്റെ വ്യക്തിത്വത്തിലേക്ക്, ധാർമ്മിക നിലവാരത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക്, മാനുഷിക നന്മകളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ ഒരു സന്യസ്തയായിരിക്കുന്നത് പോലെയാണല്ലോ എന്നെ കാണുന്നത് എന്ന ആൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഈ തിരിച്ചറിവ് ആ ആൾക്കൊരു സ്പിരിച്വൽ ഫാദറിനോട് പങ്കുവയ്ക്കാൻ പറ്റും. നമ്മൾക്ക് പരിചയമുള്ള ഒരു വൈദികരോടോ അങ്ങനെയൊക്കെ ചെന്നിട്ട് സ്നേഹത്തോടെ ഇത് പങ്കുവയ്ക്കാം, എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ തരും. ഒരിക്കലും തീരുമാനം പറയില്ല, ശരിയാ നീ സന്യാസിയാവാൻ പോകണം എന്ന് പറയില്ല. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നു എന്ന് നിനക്ക് തോന്നുന്നത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞ് സഹായിക്കും. അടുത്ത ഘട്ടം ഒരു സന്യാസ ആശ്രമത്തിൽ ചെന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ സുപ്പീരിയറുടെ സെലക്ഷൻ, ആ സുപ്പീരിയർ കൊടുക്കുന്ന അംഗീകാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പരിശീലന കാലഘട്ടത്തിൽ ഈ വ്യക്തിക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു സന്യാസ ജീവിതം നയിച്ചത് പോലെ പരിശീലിച്ച് തുടങ്ങുമ്പോൾ അതിന്റെ ഓരോ എലമെന്റ്സും ആളെ ഒന്നുകിൽ ആനന്ദിപ്പിക്കും അല്ലെങ്കിൽ മടുപ്പിക്കും. ആനന്ദിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സന്യാസിനെ വിളിയാൻ തിരിച്ചറിയാൻ പറ്റും, അല്ലാത്ത ആളുകൾക്ക് അത് മടുക്കും. സന്യാസ പരിശീലനത്തിൽ ചേർന്ന ആളുകൾ എപ്പോഴും ഒരു വിഭാഗം അത് മടുക്കുകയും ഒരു വിഭാഗം അത് ആനന്ദത്തോടെ പുൽകുകയും ചെയ്യാറുണ്ട്. മടുക്കുന്നവര് പുറത്തു പോകും, അല്ലാത്തവര് അതിനെ പുൽകും. അതാണ് അതിന്റെ ഒരു വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ അതിന്റെ ഒരു ക്രമം. ഓക്കെ അച്ഛാ, വളരെ വ്യക്തമാണ്. പ്രേക്ഷകര് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെ അച്ഛന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഇത്രയും നേരം അച്ഛന്റെ വിലപ്പെട്ട സമയം നൈറ്റ്സ് ടെംപ്ലറിന് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ദൈവവിളിയെ കുറിച്ച് പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഫാദർ അരുൺ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. സന്യാസം എന്ന് പറയുന്നത് സ്വതന്ത്രമായ മനസ്സോടെ ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുന്നതാണ്.
അതുപോലെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിക്ക് തന്റെ വിളി മറ്റൊന്നാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള വിശാലമായ സാധ്യതകളും ഉണ്ട് എന്നാണ് ഇന്നത്തെ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതല്ലാതെ ഇന്നത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ദുസ്സഹമായ ഒരു ജീവിതം നയിക്കുന്നവരല്ല സന്യസ്തർ. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നൈറ്റ്സ് ടെംപ്ലറിയിൽ ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.